ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിന് നമുക്ക് കാതോർക്കാം. ഓരോ വചനവും ദൈവം എന്നോട് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ച് 100 മേനി ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ, ദൈവവചനത്തിൻ്റെ ഫലങ്ങൾ, നന്മയുടെ ഫലങ്ങൾ നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ മനോഭാവങ്ങളിലും നിറയാൻ കർത്താവെ, നിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവവചനം കേൾക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പാടുക. ജീവനേകും ദിവ്യവചനം സ്വീകരിച്ചിടുവാൻ ദൈവമേ ഹൃദയവയലുകളൊരുക്കേണമേ. ചേർന്ന് പാടാം നമുക്ക്. ജീവനേകും ദിവ്യവചനം സ്വീകരിച്ചിടുവാൻ ദൈവമേ ഹൃദയവയലുകളൊരുക്കേണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. എത്രയോ നാളുകളായി നമ്മൾ കേൾക്കുന്ന ഒരു അന്യാപദേശമാണ്, ഉപമയാണ് വിതക്കാരൻ്റെ ഉപമ. ഒത്തിരി തവണ നമ്മളത് കേട്ടിട്ടുണ്ട്, ഒരുപാട് വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മൾ തന്നെ അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് ക്രിസ്തു തമ്പുരാൻ, യേശു തമ്പുരാൻ ഈ ഉപമയുടെ അർത്ഥം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് കൊണ്ട് അതിനപ്പുറത്തേക്കൊരു വ്യാഖ്യാനം നമുക്ക് ആവശ്യമില്ല. എന്താണ് വചനമെന്ന്, എന്താണ് വിത്തെന്ന്, വിത്ത് എവിടെ വിതയ്ക്കപ്പെടുന്നു എന്ന്, വചനം വിതയ്ക്കപ്പെടുന്നത് എവിടെയാണെന്ന് ഒക്കെ നമുക്ക് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് തന്നെ നമ്മോട് പറഞ്ഞു, വചനം വിത്താകുന്നു, മനുഷ്യൻ്റെ ഹൃദയമാകുന്നു വയൽ എന്നൊക്കെ. യേശു തമ്പുരാൻ്റെ പല പഠനങ്ങളെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാണാൻ സാധിക്കും, ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്ന ഒരു എക്കോ സ്പിരിച്വാലിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയോട്, പ്രപഞ്ചത്തോട് ചേർന്ന ഒരു ആധ്യാത്മികത രൂപപ്പെട്ട് വരണമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പരിശുദ്ധ പാപ്പ അങ്ങനെ ചിന്തിച്ചതിൻ്റെ പരിണിത ഫലങ്ങളൊക്കെ നമുക്ക് പുസ്തകങ്ങളായിട്ടും പുതിയ പുതിയ പഠനങ്ങളായിട്ടൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം. അപ്പോൾ ഈ എക്കോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ആധ്യാത്മികത എന്ന് പറയുന്നത് തമ്പുരാൻ നമ്മുടെ മുമ്പിൽ ആദ്യം അവതരിപ്പിച്ചതാണ്. അവിടുന്ന് സംസാരിച്ചപ്പോൾ ഈ മണ്ണിനെക്കുറിച്ച് പറഞ്ഞില്ലേ, ഇവിടുത്തെയുള്ള സസ്യജാലങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ, വയലുകളെക്കുറിച്ച് പറഞ്ഞില്ലേ, പറവകളെക്കുറിച്ച് പറഞ്ഞില്ലേ, കടലിനെക്കുറിച്ച് സംസാരിച്ചില്ലേ? കർത്താവ് പറയാത്തത് ഒന്നുമില്ല. എല്ലാത്തിനെക്കുറിച്ചും കർത്താവ് പറഞ്ഞു. അവൻ്റെ പ്രഭാഷണങ്ങൾ മുഴുവൻ, അവൻ്റെ ആത്മീയ വീക്ഷണങ്ങൾ മുഴുവൻ ഈ പ്രപഞ്ചത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ ഈ എക്കോ സ്പിരിച്വാലിറ്റിയുടെ ആധ്യാത്മികത, ഈ പ്രകൃതിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആധ്യാത്മികത പാഠങ്ങൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. നമ്മളത് ചികഞ്ഞ് കണ്ടുപിടിച്ചാൽ മതി എന്നാ തോന്നുക. പ്രപഞ്ചബന്ധിതമായ ഒരു ആധ്യാത്മികത എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. എല്ലാവരിലും ഈ ആധ്യാത്മികതയുണ്ട്, എല്ലാ തലങ്ങളിലും ഈ ആധ്യാത്മികത കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ ക്രിസ്തുവിനെ നമ്മൾ ശ്രദ്ധിച്ചോളൂ, ചിട്ടപ്പെടുത്തിയ മതപാഠങ്ങളുമായി പൊരുത്തപ്പെടാത്ത വ്യക്തിയായിരുന്നു ക്രിസ്തു എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. മണിമുഴങ്ങും ദേവാലയങ്ങളിൽ നിന്ന് അവൻ അധികം പോയിട്ടില്ല. അതേസമയം കർഷകൻ്റെ കാര്യം പറയാൻ, കടലിൻ്റെ കാര്യം പറയാൻ, മീൻ പിടിക്കുന്ന ആളുകളുടെ ഒപ്പം നിൽക്കാൻ ഒക്കെ ക്രിസ്തുവിന് കഴിഞ്ഞു. മാത്രമല്ല, സമൂഹം ഒരു കാലത്ത് ഓരത്ത് നിർത്തിയിരുന്നവരെ, തള്ളിക്കളഞ്ഞവരുടെ ഒപ്പം ക്രിസ്തു ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സാമൂഹിക ചിന്തയുടെ തലങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക. കല്ലെറിയപ്പെടുന്ന പാപിയുടെ മുമ്പിലും നിശബ്ദനായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ കാണുന്നില്ല. നിലത്തെഴുത്തുകാരൻ ക്രിസ്തു, അതൊക്കെയാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് ഭക്തിയുടെ വിഷയമല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഈ മനുഷ്യ ജീവിതത്തെ മുഴുവൻ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ മുഴുവൻ ഗ്രസിച്ചു നിൽക്കുന്ന ഒന്നാണ് ക്രിസ്തുവിൻ്റെ ആധ്യാത്മികത. അതിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ആധ്യാത്മിക ജീവിതം എന്നൊക്കെ പറയുന്നത് അനുദിന ജീവിതത്തിൻ്റെ വ്യാഖ്യാനമാണെന്നൊക്കെ കൃത്യമായിട്ട് പറയാൻ നമ്മളൊക്കെ ഉണ്ടാവും. ഇനി അവൻ്റെ വചനങ്ങൾ കേട്ടവരുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു നല്ല പ്രസംഗകൻ ആരാ?
നിങ്ങൾ പലപ്പോഴും ഒരുപാട് നല്ല പ്രസംഗരെ കാണാറുണ്ട്. ഈ പ്രഭാഷണ ലോകത്ത് തന്നെ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ മീഡിയയിലുള്ള മേഖലകളിൽ പോലും നല്ല നല്ല പ്രസംഗരെ നിങ്ങളൊരു പക്ഷേ തിരിച്ചറിയുന്നുണ്ടാവും. ചിലരുടെ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം നല്ല പ്രസംഗൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസംഗം നല്ലതാകുന്ന എപ്പോഴാണെന്നറിയാതോ? ആളുകളെ സ്വാധീനിച്ച് നിൽക്കുമ്പോഴാണ്. മഴ കഴിഞ്ഞിട്ട് മരം പെയ്യുന്നത് പോലെയാണ്. പ്രസംഗം കഴിഞ്ഞാലും ആളുകളുടെ മനസ്സുകളിൽ പിന്നെയും അത് നിലനിൽക്കുകയാണ്, പറഞ്ഞ വാക്കുകൾ. യേശു ഒരു നല്ല പ്രസംഗകനായിരുന്നുവെന്ന് നമ്മൾ മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. അവൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾ, 5-ാം അധ്യായം വരെ നമ്മൾ കാണുന്ന മലയിലെ പ്രസംഗത്തിൻ്റെ കാര്യം ഞാൻ പറയുക, അവസാനം പ്രസംഗം അവസാനിപ്പോൾ ജനം അത്ഭുതപ്പെട്ടു. പറഞ്ഞു നിൽക്കുകയാണ്, പോകുന്നില്ല ആളുകൾ. പിന്നെയും അവൻ്റെ പ്രസംഗ വിഷയം ചർച്ചാ വിഷയമാക്കിയിട്ട് അവരൊപ്പം നിൽക്കുകയാണ്. അതാണ് നല്ല പ്രസംഗകൻ്റെ ലക്ഷണം എന്നൊക്കെ പറയുക. യേശു നല്ല പ്രഭാഷകനായിരുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ അധ്യായത്തിലെ കടശി വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ജനം അത്ഭുതപ്പെടുക. ഇതുപോലെ ഇതിനു മുമ്പ് ആരും പ്രസംഗിച്ചിട്ടില്ല എന്നാണ് പറയുക. അവരുടെ ഹൃദയങ്ങളെ അവൻ്റെ വചനം സ്പർശിച്ചു എന്ന് നമ്മൾ അറിയുകയാണ്. ഹൃദയങ്ങളിൽ എത്തി നിൽക്കുന്ന വചനം. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴൊക്കെ വചനം കേട്ടാലും ഹൃദയം തുറക്കുന്ന മനുഷ്യരാകണം. തല തുറന്ന് വെക്കേണ്ട എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയേണ്ട കാര്യം. ഹൃദയം വചനം എത്തി നിൽക്കുന്ന വയലാണ് എന്ന് ക്രിസ്തു പറഞ്ഞെങ്കിൽ ഈ സമയം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് ഇരിക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും, നമ്മുടെ കരങ്ങളൊക്കെ തുറന്ന് വെച്ചുകൊണ്ട് ഞാൻ പറയുന്ന എൻ്റെ എളിയ വചനം കേൾക്കാൻ നിങ്ങൾ തയ്യാറാവുക. അത് ഹൃദയം തുറക്കുന്നതിൻ്റെ അടയാളമായിട്ട് മാറട്ടെ. അതുകൊണ്ട് നമുക്ക് ഈ വചനത്തിന് മുമ്പിൽ നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത് ഒരു തുറവിയുടെ മനോഭാവമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പോലും നമുക്ക് കാണാൻ സാധിക്കും, അവൻ്റെ പ്രാർത്ഥന പോലും അവൻ്റെ വചന പ്രഘോഷണത്തിൻ്റെ ഭാഗമായിരുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് അവൻ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ പിതാവേ എന്ന് നിങ്ങൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ അവരെ പഠിപ്പിച്ചു. അതുപോലെ അവൻ്റെ പ്രഭാഷണത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. അന്നന്നേയപ്പം തരണമേ എന്ന അതിനകത്ത് ഒരു കാര്യം, മനുഷ്യൻ്റെ ജീവിതത്തെ തൊട്ടു നിൽക്കുന്നതാണ് അവൻ്റെ അന്നന്നേയപ്പം. അവരേറ്റവും പ്രധാനപ്പെട്ട അത് തന്നെയാണ്. ഈ അന്നന്നേയപ്പം ഇല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ ആലോചിച്ചു വിടൂ. ഇന്നെന്തെങ്കിലും കഴിക്കാനുണ്ട്, നാളെയും കഴിക്കാനുണ്ട്, നാളത്തെ കഴിഞ്ഞ് രാവിലെ ഒന്നുമില്ല എന്ന് വന്നു കഴിയുമ്പം അസ്വസ്ഥതയായില്ലേ? അന്നന്നേയപ്പം എന്ന് പറയുന്ന ഭക്ഷണ സാധനം മാത്രമല്ല, ഒരുവന് ജീവിക്കാൻ ഒതുങ്ങുന്നതെല്ലാം അവൻ്റെ അന്നന്നേയപ്പാണ് നമ്മൾ തിരിച്ചറിയുക. അല്പം സ്നേഹം, അല്പം പരിഗണന, അല്പം നല്ല വാക്കുകൾ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പ്രോത്സാഹനം, ഇതൊക്കെ നമ്മുടെ അന്നന്നേയപ്പത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, മതിയായി എന്ന് പറയുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സമ്പത്ത് മതിയായി എന്ന്? പറയില്ല. അല്ലെങ്കിൽ ഇത്രയും മതിയെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. ഒരു പുരുഷൻ ആരോഗ്യം കൂടിപ്പോയെന്ന് ഏതെങ്കിലും വ്യക്തി പറയോ? ഏതെങ്കിലും സ്ത്രീകൾ പറയോ എൻ്റെ ഭർത്താവിന് ആരോഗ്യം കൂടിപ്പോയെന്ന്? പറയില്ല. ഞങ്ങൾക്ക് സമ്പത്ത് കൂടിപ്പോയെന്ന് ആരും പറയില്ല. ഒരിക്കലും ഒരു ഭർത്താവ് പറയും എൻ്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം കൂടിപ്പോയെന്ന് പറയോ? ഇല്ല. ഈ സമ്പത്തും സൗന്ദര്യവും ആരോഗ്യമൊന്നും കൂടിപ്പോയെന്ന് പറയുന്നില്ല ആളുകൾ. എത്ര അധികമായാലും അത് നമുക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ജീവിതകാലം മുഴുവൻ തേടിയും അലഞ്ഞുമൊക്കെ നമ്മൾ നടക്കുക. കിട്ടിയാൽ ഒരിക്കലും സംതൃപ്തി അടയാത്ത അഗ്നി പോലെയാണ് മനുഷ്യൻ്റെ കാര്യം എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ അതുകൊണ്ട് ജീവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെക്കുറിച്ച് വരുമ്പം അന്നു വേണ്ട ആഹാരം തരണമേ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ മനസ്സിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. ഈ സമയം ഒരു ജന്മം മുഴുവൻ സമ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അറിഞ്ഞു തിരിഞ്ഞിട്ട് ഒടുവിൽ ഇതെല്ലാം കൈവിട്ട് പോകും നിരാശരാകുന്ന വ്യക്തികളൊക്കെ ഉണ്ടാകാം നമ്മുടെയൊക്കെ ഇടയിൽ. മതി എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റുമോ? ഒരു പക്ഷേ നമ്മുടെ ഭാരതത്തിൻ്റെ ആധ്യാത്മികരൊക്കെ ഉറവിടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ചില ആളുകളെ കാണാൻ പറ്റും. അതാണ് നമ്മുടെ ഭാരതീയ ആധ്യാത്മിക ചിന്തയുടെ പഠനത്തിൻ്റെയൊക്കെ മേൽ നമ്മൾ കേട്ടുന്ന സന്യാസികൾ എന്ന് പറയുന്ന ഋഷിമാരെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? ആർഷ ഭാരതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഋഷിമാർ ജീവിച്ചിരുന്നു. അവർ മതി എന്ന് പറഞ്ഞ വ്യക്തികൾ. പക്ഷേ ഭൗതികമായ കാര്യങ്ങളുടെ മുമ്പിൽ അവർ മതി പറഞ്ഞവരാണ്. മറ്റൊന്നിലേക്ക് അവരുടെ ദൃഷ്ടികളെ അയച്ചു. അങ്ങനെയുള്ള സന്യാസികളുടെ അല്ലെങ്കിൽ ഋഷിവര്യന്മാരുടെ കഥയൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ കുറിച്ച് നമുക്ക് കുറച്ചൊക്കെ അറിയുകയൊക്കെ ചെയ്യാം. ശരണാഗതി എന്നാണ് പറയുന്നത്. അവർ ഈ ഭൂമിയിലെല്ലാ സൗഭാഗ്യങ്ങളെയും വസ്തുവകകളെയും ബന്ധങ്ങളെയെല്ലാം ഉപേക്ഷിച്ചിട്ട് അവസാനം ദൈവത്തിലേക്ക് കണ്ണുനട്ട് ജീവിക്കാൻ തുടങ്ങി സന്യസ്തർ അല്ലെങ്കിൽ ഋഷിമാർ അവസാനം ദൈവത്തിലാണ് ചെന്നു ചേരാൻ ആഗ്രഹിച്ചത്. ദൈവത്തെ മാത്രം മതി എന്ന് പറയുന്ന ഒന്നുണ്ട്. നിങ്ങളൊരു പക്ഷേ നമ്മുടെ കുരിശുമല ആശ്രമത്തെ പറ്റി കേട്ടിട്ടുണ്ട്. അവിടെ ഒരു ബീഡച്ചനുണ്ടായിരുന്നു, റോമാക്കാരനാണ് അദ്ദേഹം, വലിയൊരു എഴുത്തുകാരൻ. അദ്ദേഹം വായിച്ചിട്ട് പുസ്തകങ്ങളുടെ പേര് കേട്ടാൽ മതി എന്തുമാത്രം അദ്ദേഹം വായിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ സ്വർണ്ണനൂൽ എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും.
അദ്ദേഹത്തിൻ്റെ ഒരു റിട്ടേൺ ടു ദി സെൻറ്റർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, സന്യാസത്തെക്കുറിച്ചുള്ള പുസ്തകമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു സന്യാസിയാണ് ഏറ്റവും ദരിദ്രനായ വ്യക്തി. കാരണം ഉടുക്കാനൊരു മുണ്ട് മതി, കിടക്കാൻ എവിടെയെങ്കിലും ഇടം മതി, എന്തെങ്കിലും ഭക്ഷിക്കാനും കിട്ടിയാൽ മതി. ദൈവത്തെ കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് സന്യാസി എന്നൊക്കെ അദ്ദേഹം അതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഭാരതീയ പശ്ചാത്തലത്തിൽ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭാരതീയ ആധ്യാത്മികത നമുക്കറിയാം. സ്വാമി അഭിക്ഷിതാനന്ദ എന്ന് പറയുന്ന ഒരു ഋഷി, അദ്ദേഹം യൂറോപ്പിൽ നിന്ന് ഇവിടെ സന്യാസം അഭ്യസിച്ച വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഫർദർ ഷോർ എന്ന് പറഞ്ഞൊരു വളരെ മനോഹരമായ പുസ്തകമുണ്ട്, മറുകര എന്ന് അതിനെ തർജ്ജമ ചെയ്തിട്ടുണ്ട് ആ പുസ്തകത്തെ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് എന്താ, യൂറോപ്പിൽ നിന്ന് ആളുകൾ ഇവിടെ വരാൻ തുടങ്ങി. ഈ ഭാരതീയ ആധ്യാത്മികതയുടെ വിശദാംശങ്ങളൊക്കെ കുറിച്ചു വച്ചിരിക്കുന്ന പഴയ പുസ്തകങ്ങളൊക്കെ തപ്പി നോക്കിയപ്പോൾ വളരെ മനോഹരമായിട്ട് ഈ ഭൗതിക വസ്തുക്കളോ ഭൗതിക സുഖങ്ങളോ ഒക്കെ മതി എന്ന് വിചാരിച്ച വ്യക്തികൾ ദൈവത്തെ തേടി ഇന്ത്യയിലേക്കാണ് വന്നത്. ഇന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ പഴയ ആധ്യാത്മികതയൊക്കെ ഇന്നും, അല്ലെങ്കിൽ സന്യാസമൊക്കെ ഇന്നും നമ്മുടെ ഭാരതത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയാൻ നമ്മളെക്കൊണ്ടാവില്ല. എങ്കിൽ പോലും അങ്ങനെ ആകൃഷ്ടരായ പുസ്തകങ്ങളിൽ നിന്ന് ലഭിച്ച അറിവിനാൽ ആകർഷിക്കപ്പെട്ടവരായിട്ട് ഒരുപാട് പേര് ഇന്നും നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള വേദികളിലൊക്കെ പോയി ദൈവത്തെ തേടുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ മതി എന്ന് പറയാൻ കഴിയുക എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്. വചനം നൽകുന്ന ദർശനങ്ങളിലേക്കൊക്കെ നമുക്ക് പോകുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. കർത്താവ്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ ഭൂമിയിലേക്ക് നോക്കിയിട്ട് നമ്മളെ പല പാഠങ്ങൾ പഠിച്ചെടുക്കാൻ കർത്താവ് നമ്മുടെ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് ഒന്നാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 25 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നൊരു കാര്യം. നിങ്ങൾക്ക് ഒരുപാട് ഗുരുക്കന്മാരൊക്കെ ഉണ്ടാകും, വലിയ PhD ഉള്ളവരോ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും പോസ്റ്റ് ഡോക്ടറേറ്റ് പഠിച്ചവരൊക്കെ നിങ്ങൾക്കുണ്ടാകും. പക്ഷേ നിങ്ങൾ പഠിക്കണം, ഈ പറവകൾ നിങ്ങൾക്ക് ഗുരുക്കന്മാരാക്കാൻ പറ്റുമോ? കാക്കകളെ ഗുരുക്കന്മാരാക്കാൻ പറ്റും. കാക്കയാണ് നിങ്ങളുടെ ഗുരു എന്ന് പറയും ക്രിസ്തു നിങ്ങളോട്. കാരണം ഒരു പാടത്ത് നിറയെ കതിരുകളുണ്ടായാലും ഒരു പക്ഷി കൊത്തിയെടുക്കുന്നത് അതിനാവശ്യമുള്ള ഏതാനും ധാന്യ മണി മാത്രമായിരുന്നു. തൃപ്തിപ്പെട്ടു, മുഴുവൻ വെട്ടിവാരിക്കൊണ്ട് ആ പക്ഷി പോകുന്നില്ലല്ലോ എന്ന് പറയുന്നത് പോലെ ഉള്ളതുകൊണ്ടൊക്കെ തൃപ്തിപ്പെടാൻ കഴിയുന്ന ഒരു മനസ്സിലേക്കൊരു വളർച്ച നമുക്ക് ആവശ്യമാണ്. മതി എന്ന് പറയാൻ, ഞാൻ പറഞ്ഞില്ലേ മതി എന്ന് പറയുന്ന ആളുകൾ കുറവാണെന്ന്. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ വളർത്തിയെടുക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ഈ ആദർശത്തിൽ നമ്മൾ എത്തിച്ചേരുക. അപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, ആർത്തിയുടെ ഒരു സംസ്കാരത്തിന് മറുപടിയായി നിൽക്കുകയാണ് ക്രിസ്തുവിന് ചില പഠനങ്ങളൊക്കെ. ഇന്ന് നമ്മൾ അങ്ങനെയൊക്കെയാണ് പറയാം. ആർത്തിയുടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് പറയുന്ന ഒരു കാലമാണല്ലോ. എന്ത് കിട്ടിയാലും മതിയാവുന്നില്ല, ആളുകളുടെ മനസ്സ് മുഴുവൻ സമ്പാദിക്കാനും അനുഭവിക്കാനും വേണ്ടി വെമ്പൽ കൊള്ളുന്നതാണ് എന്ന് പറയുമ്പോൾ ഈ ആർത്തിയുടെ സംസ്കാരത്തെയാണ് നമ്മൾ ഊന്നിപ്പറയുക. ഒരു സന്യാസിയുടെ കഥ പറയാം, ഒരു പുസ്തകത്തിലുള്ളതാകട്ടോ ഇത്. ഒത്തിരി കുട്ടികൾ, ഒരു പ്രായമുള്ള സന്യാസി ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്നു. കുട്ടികളൊക്കെ നീണ്ട താടിയൊക്കെയുള്ള സന്യാസിയുടെ അടുത്ത് പലപ്പോഴും പോകും. അവർക്ക് വലിയ തമാശയാണ് ഈ സന്യാസിയെ കാണുന്നത്. ഒരു മുണ്ട് മാത്രമൊക്കെ എടുത്ത് വളരെ ലളിതമായൊരു പശ്ചാത്തലത്തിൽ നീണ്ട വെളുത്ത താടിയുമായി ജീവിക്കുന്ന ഈ സന്യാസി. കുട്ടികളോടും ഈ സന്യാസിക്ക് വലിയ ഇഷ്ടമാണ്, നിഷ്കളങ്കരാണല്ലോ അവർ. അപ്പോൾ ഈ സന്യാസിയുടെ അടുത്ത് കുട്ടികളൊക്കെ ചെല്ലും. സന്യാസി പല കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ ചില കുസൃതി ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. എന്തിയെ സന്യാസി ഉടുപ്പിടാത്തത്, എന്തിയെ ചെരുപ്പിടാത്തത്, എന്തിയെ മാലയിടാത്തത്, എന്തിയെ മുടിവെട്ടാത്തത്, എന്തിയെ ദീക്ഷ പിടിച്ച് കളയാത്തത്, എന്തിയെ മേക്കപ്പ് ചെയ്യാത്തത് എന്നൊക്കെ അവർ ചോദിക്കും. ഒരു വെളുത്ത ചിരി മാത്രമായിരിക്കും ഉത്തരം. അങ്ങനെയുള്ള കുട്ടികളെ ചില പാഠങ്ങളൊക്കെ പഠിപ്പിക്കണമെന്ന് സന്യാസി വിചാരിച്ചു. ഒരു ദിവസം ഈ കുട്ടികളെല്ലാം വന്നപ്പോഴത്തേക്കും കുറച്ച് ആപ്പിൾ ഇവിടുന്ന് കരുതി വെച്ചിരുന്നു. എല്ലാ കുട്ടികളെയും വിളിച്ച് ഓരോ ആപ്പിൾ എടുത്തു കൊടുത്തു, സന്തോഷമായ കുട്ടികൾക്ക്. എന്നിട്ട് പറഞ്ഞു, ഉടനെ തിന്നരുത് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടേ ഭക്ഷിക്കാവുള്ളൂ. അപ്പം പിന്നെ ആപ്പിൾ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പം കുട്ടികൾക്ക് തോന്നി ഇനിയും കിട്ടുമായിരിക്കും എന്ന് വെച്ചാൽ അവർ തിന്നാതെ ഒരു കൈകൾ ആപ്പിളും പിടിച്ചിട്ട് വന്നു. ഉടനെ ഈ സന്യാസി, വിശുദ്ധനായ സന്യാസി, വേറെ ആപ്പിൾ എടുത്ത് എല്ലാവർക്കും ഓരോന്നിട്ട് കൊടുത്തു. അതിന് 2 കൈയിലും കുട്ടികൾ പിടിച്ചു. പിന്നെ എന്ത് ചെയ്തു, 2 എണ്ണം വീതം 2 കൈ എടുത്തിട്ട് ഈ സന്യാസി 2 എണ്ണം വീണ്ടും കൊടുക്കാൻ തുടങ്ങി. കുട്ടികൾക്ക് ആകെപ്പാടെ സന്തോഷം പോയി. കാര്യം എന്താണെന്നറിയാമോ, അവർക്കിനി പിടിക്കാൻ പറ്റുന്നില്ല. 2 കൈയിലും ഓരോന്ന് കിട്ടിയപ്പം എടുക്കാൻ അവർക്ക് വിഷമമില്ല, സന്തോഷമായി. പക്ഷേ വീണ്ടും 2 എണ്ണം കൂടെ കിട്ടിയപ്പോഴത്തേക്കും കൈക്കൊള്ളില്ല, താഴെ പോകുന്നുള്ള ഭയം അവർക്ക്. അതുകൊണ്ട് കുട്ടികളുടെ മുഖമൊക്കെ മ്ലാനമായി. എന്താ ചെയ്യുക? അദ്ദേഹം ആ ഒരു കാര്യത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ കുട്ടികളോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ബോധ്യമായി ഈ സന്യാസി പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഇതിൽ അർത്ഥമുണ്ട് എന്ന്. അപ്പോൾ
അതിലൂടെ അദ്ദേഹം പുതിയ പുതിയ പാഠങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു എന്ന് നമ്മൾ ഈ കഥ ഇങ്ങനെ പറയുന്നുണ്ട്. നല്ലൊരു കഥയല്ലേ? അപ്പം നമ്മൾ ഓർക്കണം, ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയുള്ള നല്ല ആശയങ്ങളൊക്കെ മക്കൾക്ക് കിട്ടിയാൽ ആ മക്കളൊക്കെ ആർത്തി സംസ്കാരത്തിൻ്റെ മക്കളാവില്ല. അവർക്ക് ജീവിതത്തിൽ പലതും വേണ്ടാന്ന് വെക്കാൻ പറ്റും, പലതും പങ്കുവെക്കാൻ പറ്റും. അതുകൊണ്ട് ഈ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ നല്ല കഥകളൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ നല്ലതാണ്, നമുക്ക് മറക്കാതിരിക്കാം. ഞാൻ പലപ്പോഴും ഓർക്കും, നമുക്കൊരു രാഷ്ട്രപിതാവുണ്ട്. ഈ 5 രൂപ നോട്ടിൻ്റെയും 10 രൂപ നോട്ടിൻ്റെയും അല്ലെങ്കിൽ 500 രൂപ നോട്ടിൻ്റെയും ഒക്കെ തലയ്ക്കൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ തല കാണും. എനിക്കതേക്കുറിച്ച് പലപ്പോഴും ഇങ്ങനെ ഒരു തോന്നിയിട്ടുണ്ട്. ചില ചിന്തകൾ അങ്ങനെയും വന്നിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തെ സൂക്ഷിക്കുന്നത് നമ്മുടെ ഈ രൂപ നോട്ടിൻ്റെ തലയ്ക്കലല്ലേ? അത്രയും വിലയുള്ള ഈ മനുഷ്യന്, ഭാരതത്തിൻ്റെ പിതാവായിട്ട് ലോകം മുഴുവനും വാഴ്ത്തപ്പെടുന്ന ഈ മനുഷ്യന് ഈ 5 രൂപ നോട്ടിൻ്റെ തലയ്ക്കൽ അയക്കുന്ന സ്ഥാനമേ കൊടുത്തിട്ടുള്ളൂ. ഈ കുരുമുണ്ടുകാരൻ ഗാന്ധിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. കുട്ടികൾ അദ്ദേഹത്തോട് എനിക്ക് ചോദിച്ചെന്നാ പറയുക, എന്തേ ബാപ്പുജി ഉടുപ്പിടാത്തത്? ഈ ഒരു കുരുമുണ്ട് ഉടുത്തും ഒരു കുരുമുണ്ട് പുതച്ചും ഒരു മെതിയടി കിട്ടി പടിയും കുത്തി എന്തിനാ ഇങ്ങനെ നടക്കുക? ഒരു ഉടുപ്പ് വാങ്ങിച്ചിട്ടുകൂടെ? അദ്ദേഹം പറഞ്ഞു, ഭാരതത്തിലെ 40 കോടി ജനങ്ങൾ ഉടുപ്പിടാത്തവരാ. അവർക്കെല്ലാവർക്കും ഉടുപ്പിടാനുണ്ടാകും, ഞാനും ഉടുപ്പിടും. ഒരു ജനതയുടെ ഇല്ലായ്മകളോട് ചേരുന്ന മഹാനായ ഒരു മനുഷ്യൻ, ഒരു ജനതയുടെ കഷ്ടപ്പാടുകളോട് പക്ഷം ചേരുന്ന മനുഷ്യൻ. ഇതൊക്കെയാണ് ഗാന്ധിജി എന്നൊക്കെ പറയുക. ഇന്ന് അങ്ങനെ വല്ലതുണ്ടോ? എവിടെ നിന്ന് കിട്ടിയാലും മാന്തി എടുക്കുന്ന പൊതുപ്രവർത്തകരൊക്കെ നമ്മൾ കാണുന്നു, നമ്മൾ പലപ്പോഴും പറയാറില്ലേ? ഒത്തിരി ആക്ഷേപങ്ങളൊക്കെ അങ്ങനെ വരുന്നില്ലേ? എന്തുകൊണ്ടാണ്? മതി എന്ന് പറയുന്ന ഒരാശയത്തിൽ എത്താതെ പോകുന്നത് കൊണ്ടാണ്. കിട്ടിയാലും തികയില്ല, തനിക്ക് തികഞ്ഞാലും തൻ്റെ കൂടെയുള്ളവർക്ക് കൂടി കൊടുക്കണമെന്ന ചിന്തയിൽ കുടുംബക്കാരെ പോലും വളർന്ന കുടുംബ വാഴ്ചയുടെ രാഷ്ട്രീയമൊക്കെ വിടണമെന്നൊക്കെ പറയും. ഈ മതി എന്ന് പറയുന്ന, മതിയായി എന്ന് പറയുന്ന ആശയത്തിന് നമ്മളാരും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ അറിയുമ്പോഴാണ് ഈ കുരുമുണ്ടുകാരൻ, ഈ ഒറ്റമുണ്ടുകാരൻ ഗാന്ധി നമ്മുടെ മുമ്പിൽ പ്രസക്തനായിട്ട് നിൽക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാ: നമുക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും, ഉള്ളത് ദൈവത്തിൻ്റെ ദാനമായിട്ട് കാണാനും, അതിന് ദൈവത്തിന് സ്തോത്രം പറയാനും ഒക്കെ പറ്റുമോ? നമ്മുടെ അസ്വസ്ഥതകൾ പലതും ഇല്ലാതായി തീരും. പലപ്പോഴും നമ്മൾ അസ്വസ്ഥത പല ഇല്ലായ്മകളെക്കുറിച്ച്. പക്ഷേ ദൈവം തന്ന ഒരുപാട് ദാനങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കാൻ, അതിന് നന്ദി പറയാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ അസ്വസ്ഥതകൾ ഇല്ലാതായി തീരും. മരണശേഷവും അസ്വസ്ഥപ്പെടുന്ന ഒരു ധനവാനെ നമ്മൾ കണ്ടിട്ടുണ്ട് ബൈബിളിൽ. അത് ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ. നിങ്ങൾക്കറിയാം ആ അധ്യായത്തിൻ്റെ കഥകളൊക്കെ. ഒരാൾ ധനികൻ, ഒരുപാട് ദരിദ്രൻ, 2 എക്സ്ട്രീംസ്. ഈ കഥയിൽ എന്താ? ഒരുത്തൻ സമൃദ്ധിയുടെ ഫലങ്ങൾ അനുഭവിച്ചു, ഒരുത്തൻ ഇല്ലായ്മയുടെ ഫലം അനുഭവിച്ചു. ഇല്ലായ്മയുടെ ഫലം അനുഭവിച്ചവന് അവനത് മതിയായിരുന്നു. മറ്റവൻ വീണ്ടും വീണ്ടും കിട്ടണമെന്ന് ആഗ്രഹിച്ചു. സ്വർഗരാജ്യം പോലും തനിക്ക് എഴുതി കിട്ടണമെന്ന് ആഗ്രഹിച്ചു, അവിടെയും സുഖിക്കാൻ വേണ്ടി. പക്ഷേ തമ്പുരാൻ അനുവദിച്ചില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കൊടുക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, തൻ്റെ പടിവാതിൽക്ക് കിടന്നിരുന്ന പ്രായം ചെന്ന വൃദ്ധനായ രോഗിയായ മനുഷ്യന് തൻ്റെ സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും അംശം വീതം വെച്ച് കൊടുത്തിരുന്നെങ്കിൽ അയാൾക്ക് ഈ ദുർഗതി വരില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു മനസ്സിലേക്ക് ഈ മനുഷ്യൻ വളർന്നില്ല, ചാരിറ്റി ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇയാളുടെ ഏറ്റവും വലിയ തെറ്റെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ പിന്നെയും ഓർക്കും, കസദിസാക്കീസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടല്ലോ, ഗ്രീസിലെ വലിയൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഗോഡ്സ് പോപ്പർ എന്ന് പറയുന്ന ഒരു വളരെ മനോഹരമായ നോവല് അദ്ദേഹം ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് എഴുതിയിട്ടില്ലേ? അദ്ദേഹം തന്നെ പറയുന്ന ആമുഖത്തിൽ ആ നോവൽ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറയുന്നുണ്ടായിരുന്നു എന്ന്. കാരണം അത്രയും ടച്ചിങ് അതിനകത്ത് ഒരുപാട് രംഗങ്ങൾ. ഒരു വലിയ ധനാഢ്യനായ മനുഷ്യൻ്റെ മകനായിരുന്നല്ലോ ഈ ഫ്രാൻസിസ്. പക്ഷേ അവസാനം കഥകളൊക്കെ നമുക്കറിയാം, നമുക്ക് വിവരിക്കേണ്ട കാര്യമില്ല. സ്വന്തം ഉടുപ്പ് പോലും, മേൽക്കുപ്പായം പോലും ഊരി അപ്പന് കൊടുത്തിട്ട്, അതും പോലും വേണ്ടെന്ന് വെച്ചിട്ട് ദൈവത്തിൻ്റെ ദരിദ്രനായിട്ട് ഇറങ്ങിത്തിരിച്ച മനുഷ്യനാ അസീസി. ഇതുമാത്രം സ്വാധീനം നമ്മുടെ സഭയിലും ഈ ലോകത്തിൽ പോലും ഉണ്ടാക്കിയിട്ട് നമുക്ക് പല സന്ദർഭങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തുമാത്രം ഫ്രാൻസിസ്കൻസ് ഉണ്ടെന്നറിയാമോ നമ്മുടെ സന്യാസ മേഖലകളിൽ? എന്തുമാത്രം ഫ്രാൻസിസ്കൻ സഭകളുണ്ടെന്നറിയാമോ? ഈ ഒരൊറ്റ മനുഷ്യൻ്റെ സ്വാധീനമാണ്. ആ കാലഘട്ടങ്ങളിലൊക്കെ സഭയുടെ മേഖലയിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ഈ മതി എന്ന് പറയുന്ന ഇല്ലായ്മകളെ സ്നേഹിക്കുന്ന ആ വലിയ ആദർശം ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധിക്കുമെങ്കിൽ ആ നോവലൊന്ന് വായിക്കുന്നത് നല്ലതാണ്. സമ്പന്നതയുടെ ലോകത്ത് നിന്ന് ശൂന്യതയുടെ ലോകത്തിലേക്ക് എത്തിപ്പോയ മനുഷ്യൻ,
എങ്ങനെ ഇല്ലായ്മകളെ സ്നേഹിക്കാൻ പറ്റും എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കും. ഇല്ലായ്മകളെ സ്നേഹിക്കുന്നും ഇല്ലാത്തവരെ സ്നേഹിക്കാനും നമുക്ക് പറ്റും. ഇല്ലായ്മയെ നമ്മൾ സ്നേഹിക്കാത്തത് കൊണ്ട് ആ സഹോദരങ്ങളെ പലപ്പോഴും നമ്മൾ ഇല്ലാത്തവരെ സ്നേഹിക്കാത്തത്. ഇല്ലാത്തവരെ സ്നേഹിക്കുക എന്ന് പറയുന്നതാണ് ക്രിസ്തുവിൻ്റെ വേറൊരു വലിയ പാഠം. നമ്മൾ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ 35 മുതലുള്ള വാക്യങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ കാണുന്നത് എന്താ? ഇല്ലായ്മകൾ കിടക്കുന്നവരെ സ്നേഹിക്കുന്നവനെയാണ് അവൻ തൻ്റെ വലതു ഭാഗത്ത് നിർത്തുക. ഓരോ 6 അവസ്ഥകളിൽ ഇല്ലായ്മകൾ കഴിഞ്ഞ് ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. നിങ്ങളൊക്കെ അവരുടെ മുമ്പിൽ എത്തി നിന്നുവോ എന്ന് ക്രിസ്തു നമ്മോട് ചോദിക്കും. നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നും പറഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പിൽ ഒരുപക്ഷെ എത്തിച്ചേരുന്നത്. പക്ഷേ അവിടുന്ന് നമ്മോട് ചോദിക്കും, ഈ ഇല്ലായ്മ അനുഭവിച്ച മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞോ? എങ്കിലും നിങ്ങൾക്ക് എൻ്റെ മുമ്പിൽ എത്തി നിൽക്കാൻ കഴിയും. എൻ്റെ വലതു ഭാഗത്ത്, സൗഭാഗ്യത്തിൻ്റെ സ്ഥലത്ത്, മഹത്വത്തിൻ്റെ സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിച്ചേരണമോ? ഇല്ലായ്മകളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഇല്ലായ്മ അനുഭവിക്കുന്ന വ്യക്തികളെ കൂടി നിങ്ങൾ സ്നേഹിക്കണം. അവരുടെ ഇല്ലായ്മകൾ നിങ്ങൾ ഏറ്റെടുക്കണം. പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളിലേക്ക് നിങ്ങൾ പോകണമെന്ന് പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ കർമ്മരംഗത്തെ ഏറ്റവും ശക്തമായ ഒരു സന്ദേശമാണ്. നമ്മളത് ഒത്തിരി ചെയ്യുന്നുണ്ട്, ധാരാളം ചെയ്യുന്നുണ്ട്. നമുക്കത് അഭിമാനം കൊള്ളാം. ദൈവത്തിന് നമുക്ക് സ്തോത്രം പറയാം. നമ്മുടെ സഭയിൽ ഒരുപാട് നന്മ ചെയ്യാൻ ഒത്തിരി സന്യാസഭകൾ പോലും ഈ ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടു എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മൾ ഓർക്കുകയാണ്. അപ്പോൾ ഇല്ലായ്മകളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഇല്ലാത്തവരെ സ്നേഹിക്കാൻ പറ്റൂ, പങ്കുവയ്ക്കാൻ പറ്റൂ. അങ്ങനെ പങ്കുവയ്ക്കുന്ന അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ തലമെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാം, 2 വാക്കുകൾ നമുക്കിവിടെ പ്രത്യേകം എടുക്കാൻ പറ്റും. വാട്ട് ഐ ആം ആൻഡ് വാട്ട് ഐ ഹാവ്. ഞാനും എനിക്കുള്ളത് പങ്കുവയ്ക്കാൻ എനിക്കൊരുപാട് കാണുകയിലായിരിക്കും. അതേസമയം എന്നെ പങ്കുവയ്ക്കാൻ എന്നെക്കൊണ്ട് പറ്റും, അതെൻ്റെ സ്വന്തമാണ്. എൻ്റെ കഴിവാകട്ടെ, എൻ്റെ സന്മനസ്സാകട്ടെ, എൻ്റെ സമയമാകട്ടെ, എൻ്റെ ആരോഗ്യമാകട്ടെ, അത് കൊടുക്കാൻ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. അതേസമയം നമ്മൾ ഓർക്കുകയാണ്, ഉള്ളത് കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും അധികം കാണില്ല. നമ്മുടെ ഉള്ളു കൊടുക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഈ ഉള്ളു കൊടുക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ മനസ്സിലേക്ക് നമ്മുടെ ഉള്ളുകളെ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഉള്ളുകൾക്ക് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കുള്ളിൽ ആ സന്തോഷമുണ്ടാവുക. മറ്റുള്ളവർക്ക് നമ്മുടെ ഉള്ളും കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊത്തിരി ആത്മീയ സന്തോഷം അനുഭവിക്കാൻ പറ്റും. ഈ ആത്മീയ സന്തോഷത്തിലേക്കാണ് ക്രിസ്തു നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർമ്മബദ്ധമായ ഈ ജീവിതത്തിൽ നമ്മുടെ തമ്പുരാനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു കാര്യം ഓർക്കാം. ദൈവം തന്നിട്ടുള്ളതെല്ലാം നമ്മളാരും കൊണ്ടുവന്നതൊന്നുമല്ല, കൊണ്ടുപോകുന്നുമില്ല. അതെല്ലാം ദൈവം തന്ന ദാനങ്ങളാണ്. അതിനെയെല്ലാം നമുക്ക് തമ്പുരാൻ്റെ നാമത്തിൽ തിരുനാമഹത്വത്തിന് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾ അതും ഇല്ലായ്മ അനുഭവിക്കുന്നവരുമായി പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളായിത്തീരുന്നു എന്നുള്ള ആ വലിയ സന്ദേശം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ദയവായിട്ട് കരങ്ങളൊക്കെ കൂപ്പിപ്പിടിച്ച് ഈ വചനത്തിൻ്റെ ഉള്ളറകളെ ഒന്നുകൂടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ സന്ദേശത്തെ ഒരിക്കൽ കൂടി ഹൃദയത്തിലേറ്റു വാങ്ങി, തമ്പുരാനെ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് കൂടുതൽ പ്രകാശം തന്ന് ഞങ്ങളായിരിക്കേണ്ട അവസ്ഥകളെക്കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തി, ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖലകളെ മാറ്റി രൂപാന്തരപ്പെടുത്തി നിൻ്റെ തിരുഹിതം പോലെ നന്മയുള്ളവരായി ജീവിക്കാൻ, ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നന്മ ചെയ്യാൻ, ആർക്കും ഒന്നും നിഷേധിക്കാതിരിക്കാൻ, ഞങ്ങളുടെ ഉള്ളും ഞങ്ങൾക്കുള്ളതും ഇല്ലാത്തവരുമായി പങ്കുവെച്ചുകൊണ്ട് ജീവിക്കാൻ, അതും ലാളിത്യത്തെ ഇല്ലായ്മയും സ്നേഹിക്കാൻ കർത്താവെ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിഞ്ഞു തന്ന് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നന്മ ചെയ്ത് ജീവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അതിനുള്ള കൃപയും ശക്തിയും കൂടുതലായിട്ട് കൊടുക്കണമേ. നന്മ ചെയ്ത് ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളെയും അതിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെയും പ്രത്യേകിച്ച് പാവങ്ങളെ ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും അവരുടെ ആ പ്രേക്ഷിത വരകളെ അങ്ങ് സഹായിച്ച് കൂട്ടായിരിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ നിനക്ക് സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രത്യേകമായിട്ട് ചോദിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ നിൻ്റെ സുവിശേഷത്തിൻ്റെ വചനത്തിൻ്റെ ചൈതന്യം കൊണ്ട് നിറയ്ക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. Fax 0091-480-270-8097. Email mail.divinetv@gmail.com. Website www.drcm.org.